നൈജീരിയയിലെ സ്കൂളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ 300ഓളം വിദ്യാർത്ഥികളെ മോചിപ്പിച്ചതായി കഡൂണ ഗവർണർ ഉബ സാനി പ്രസ്താവനയിലൂടെ അറിയിച്ചു. മാർച്ച് 7-നാണ് നൈജീരിയൻ സംസ്ഥാനമായ കഡൂണയിലെ വടക്കുകിഴക്കൻ പ്രദേശമായ കുരിങ്ങയിലെ സ്കൂളിൽ അസംബ്ലി നടക്കുന്നതിനിടെ കുട്ടികളെയും ജീവനക്കാരെയും തോക്കുധാരികൾ തട്ടിക്കൊണ്ടുപോയത്. കുട്ടികളെ മോചിപ്പിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ നിന്നും ഉണ്ടാകണമെന്നും നൈജീരിയയിലെ ക്രൈസ്തവ നേതാക്കൾ കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തിരുന്നു. വിദ്യാർത്ഥികളെ മോചിപ്പിക്കാനുള്ള നീക്കത്തിന് നേതൃത്വം നൽകിയത് നൈജീരിയയുടെ ദേശീയ സുരക്ഷാ ഉപദേശകനാണെന്നല്ലാതെ ഗവർണർ മറ്റ് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ബൈക്കിലെത്തിയ തോക്കുധാരികൾ 8-നും 15-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളെയും ഒരു അധ്യാപികയുമാണ് തട്ടിക്കൊണ്ടുപോയത്. 187 സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും 125 പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുമാണ് തട്ടിക്കൊണ്ടുപോകപ്പെട്ടത്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ജനവാസ മേഖലയായ നൈജീരിയയിൽ സ്കൂൾ വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. 2021-ൽ 150 സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിരുന്നു. തീവ്രവാദ സംഘടനയായ ബോക്കോ ഹറാമാണ് ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലെന്നാണ് റിപ്പോർട്ട്. ഇതേ സംഘടന 10 വർഷം മുൻപ് നൈജീരിയൻ സംസ്ഥാനമായ ബോർണോയിലെ ഒരു സ്കൂളിൽ നിന്ന് 276 വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടുപോയിരുന്നു. ഇതിൽ പലരെയും ഇപ്പോഴും മോചിപ്പിച്ചിട്ടില്ല.